വെൽക്കം ടു മഹൽ മാനേജ്മെൻറ്റ്. ഇത് മഹൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറാണ്. മഹൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ ജമാഅത്തിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ. ഇപ്പോൾ സാധാരണ നമ്മൾ ജമാഅത്തിൽ മഹലിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യൽ, സാധാരണ പെന്നും പേപ്പറിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ ബുക്സിൽ എഴുതിയിട്ട് എന്താക്കും, നമ്മൾ ഒരു ബുക്സിൽ മെയിൻറ്റെയിൻ ചെയ്യണ്ടാവും. സാധാരണ കൂടുതലായിട്ടും മഹലിൽ ഒരു മെമ്പേഴ്സിൻ്റെ പ്രൊഫൈലോ അവരുടെ ഫാമിലി ഡീറ്റെയിൽസോ അല്ലാതെ അവരെ ഫൈനാൻഷ്യലായിട്ട് അവരെ സോഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ അവരുടെ എഡ്യൂക്കേഷന്, അവരെന്താണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, അവരാരെങ്കിലും അസുഖത്തിലുണ്ടോ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ, ഇങ്ങനത്തെ സാധാരണ കാര്യങ്ങളൊന്നും എന്തുണ്ടാവില്ല ബുക്സിലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെക്കോർഡായിട്ട് അവർ സൂക്ഷിക്കില്ല. ഇപ്പം എങ്ങനെ പറഞ്ഞാൽ ഒരു ഫീ കളക്റ്റാക്കും, ഡൊണേഷൻ കളക്റ്റാക്കും, എന്തെങ്കിലും ഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീ ഉണ്ടാവും എക്സ്ട്രാ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എന്താവും നമ്മൾ നോട്ട് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് മാനേജ് ചെയ്യും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ, മാരേജ് സർട്ടിഫിക്കറ്റ്, NOC ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവർക്കൊരു സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് സൈൻ ഇട്ടിട്ട് അത് അവർക്ക് കൊടുക്കും. ഫീ ക്ലിയർ ആകുമ്പോൾ അത് കൊടുക്കും. അപ്പോൾ നമുക്കെന്നുണ്ടാവില്ല, ഒരു മഹലിൻ്റെ കംപ്ലീറ്റ് ഒരു പിക്ചർ ഉണ്ടാവില്ല. എന്താണ് നമ്മളെ മഹലിൽ ഏതെല്ലാം ടൈപ്പിൽ, നമ്മളെ എഡ്യൂക്കേഷനിൽ എങ്ങനെയെല്ലാം ഉണ്ട് നമ്മുടെ മഹലിലത്തെ മെമ്പേഴ്സ്, അല്ലാതെ അവരെന്തെല്ലാം ജോലി ചെയ്യുന്നത്, ആരെല്ലാം ഉണ്ട്, കുട്ടികൾ എത്ര ഉണ്ട്, അവരെന്ത് പഠിക്കുന്നുണ്ട്, പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ അസുഖത്തിലുണ്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെല്ലാം ഉണ്ടാവില്ല. ഇപ്പോൾ എന്തെങ്കിലും വലിയ സൂക്കട കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ പറഞ്ഞാൽ, ഒരു മഹലിൻ്റെ ജസ്റ്റ് ഒരു അക്കൗണ്ടിങ് ഡീറ്റെയിൽ മാത്രമല്ല, ഒരു പൈസ തന്നതും തരാനുള്ളതും അത് മാത്രമല്ല, കംപ്ലീറ്റ് ഒരു മഹലിൻ്റെ പിക്ചർ ഉണ്ടാവും. അവരുടെ ഫാമിലി ഒരു ഡേറ്റാബേസ് ഉണ്ടാവും. അവർ ഈ എല്ലാ റിപ്പോർട്ടും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അവരുടെ എഡ്യൂക്കേഷന്, അവരെന്ത് വർക്ക് ചെയ്യുന്നത്, പിന്നെ അവർക്ക് വീടുണ്ടല്ല, റെൻറ്റഡ് ഹൗസിലാണോ ഉള്ളത് അല്ലെങ്കിൽ ലീസിനാണോ, പിന്നെ അവരെന്ത് ജോലി ചെയ്യുന്നത്, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ടാവും, ഒരു പിക്ചർ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഓക്കെ, അവർ APL ആണോ BPL ആണോ, അവർ വോട്ടർ ലിസ്റ്റിൽ ആഡ് ആയിന, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് ജസ്റ്റ് റിപ്പോർട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് അതിനെ കാണാൻ പറ്റുമോ, ഇത്ര ആളുണ്ട്, ഇന്ന കാറ്റഗറിയിൽ ഇത്ര ആളുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് കാറ്റഗറി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ. അതുമല്ലാതെ മഹലിൻ്റെ എല്ലാ മെമ്പേഴ്സിനും പ്രൊഫൈൽ ഉണ്ടാവും വിത്ത് ഫോട്ടോസായിട്ട്. എല്ലാ മഹൽ മെമ്പേഴ്സ്, അത് കുട്ടികളാകട്ടെ, ഫീ തരുന്ന മെമ്പറായാലും സ്ത്രീകളായാലും എല്ലാവരും എന്തുണ്ടാവും, പ്രൊഫൈൽ ഉണ്ടാവും. അത് നമ്മൾ ഫാമിലി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഒരു ഫാമിലിൻ്റെ എത്ര ആളുണ്ട്, അവരെ ടോട്ടൽ ഒരു ഫാമിലി ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ടുണ്ടാവും. പിന്നെ ജമാഅത്തിൽ പേയ്മെൻറ്റ് അടക്കുന്നവരുണ്ടാവില്ല, ഇപ്പോൾ വരിസംഖ്യയായിട്ടും അങ്ങനത്തെ മെമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ചില ജമാഅത്തിൽ 2-3 ടൈപ്പ് മെമ്പേഴ്സ് ഉണ്ടാവും. മെമ്പർ ടൈപ്പ്, അത് പേരെന്ത് വേണം വിളിക്കാം, മെമ്പർ ടൈപ്പ് A എന്നോ മെമ്പർ ടൈപ്പ് B ഇങ്ങനെ കാറ്റഗറി ചെയ്തിട്ടുണ്ടാവും. അത് ടൈപ്പ് ഇങ്ങനെ ആക്കാനുള്ള ഉദ്ദേശം എന്താ പറഞ്ഞാൽ, ചില മെമ്പേഴ്സ് കുറച്ച് കൂടുതലായിട്ട് ഫീ എന്തെങ്കിലും പേ ആക്കുന്നുണ്ടാവും, ചില മെമ്പേഴ്സ് അതിനും കുറച്ച് കുറവായിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാറ്റഗറി ചെയ്തിട്ടുണ്ടാവും, മെയിൻ മെമ്പർന്നോ ഹാഫ് മെമ്പർന്നോ. അപ്പോൾ അതും കൂടെ നമുക്ക് എന്താക്കിയതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സോഫ്റ്റ്വെയർ പിന്നൊന്ന് ഇതിനെക്കൊണ്ട് ഒരു ഉദ്ദേശം എന്താ പറഞ്ഞാൽ, സാധാരണ നമ്മൾ ബാങ്കിലെല്ലാം ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല, നമ്മൾ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും പൈസ എടുത്താൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താവും, SMS വരും, ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. ഇത്ര എമൗണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിന്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ വിത്ഡ്രോ ചെയ്തിന്, നിങ്ങളെ ബാലൻസ് ഇത്ര ഉണ്ട്, അങ്ങനത്തെ. അപ്പോൾ അങ്ങനത്തെ മെസ്സേജസിനും കൂടെ എന്താക്കാൻ പറ്റും, നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ ഇൻറ്റിഗ്രേറ്റ് ആണ്.
അപ്പോൾ ആരെങ്കിലും ഫീ പേ ചെയ്താൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മെസ്സേജ് പോകും, ഇത്ര ഫീ പേ ആക്കിന്, ഇത്ര ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പോകും. അതുമല്ലാതെ ഇപ്പോൾ ചില മെമ്പേഴ്സ് ഉണ്ടാവും, എന്താ പറഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് എന്തുണ്ടാവും, ചിലപ്പോൾ ബാലൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫീ റിമൈൻഡർ അയക്കാൻ പറ്റും. നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഇത്ര എമൗണ്ടിൻ്റെ മേലെ ആരെല്ലാം ഉണ്ട് അവർക്ക് ഒരു മെസ്സേജ് പോകണം. മെസ്സേജ് പോകുമ്പോൾ എന്തുണ്ടാവും, അവരുടെ ബാലൻസ് അടക്കമായിട്ടാണ് മെസ്സേജ് പോകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയും, ഒരു 5000-ൻ്റെ മേലെ ആരുടെല്ലാം ബാലൻസ് ഉണ്ട് അവർക്കെല്ലാം ഒരു SMS പോകണമെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തെങ്കിൽ ആ ജമാഅത്തിൽ ആർക്കെല്ലാം 5000 റുപ്യൻ്റെ മേലെ ബാലൻസ് ഉണ്ട് അവർക്കെല്ലാം എന്താവും, ഒരു മെസ്സേജ് പോകും വിത്ത് അവരെ ബാലൻസ് ഉള്ള ഒരു മെസ്സേജ്. അവരുടെ ബാലൻസും ഉണ്ടാവും ആ മെസ്സേജിൽ. എല്ലാവർക്കും അവരുടെ ബാലൻസ് എല്ലാം ഉണ്ടാവും ആ മെസ്സേജിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മെസ്സേജും പോകും. പിന്നെ നമുക്ക് മെമ്പേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷനോ SMS ഒരു അറിയിപ്പ് അയക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇതിലുണ്ട്, SMS ആയിട്ടും അയക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, എല്ലാ മെമ്പേഴ്സിനും മൊബൈൽ ആപ്പ് ഉണ്ടാവും. മൊബൈൽ ആപ്പ് എന്ന് പറയുമ്പോൾ അതാത് മെമ്പേഴ്സിക്ക് അവരുടെ ഡീറ്റെയിൽ ഓപ്പൺ ആക്കുക, അവരെ കണക്കും കാര്യങ്ങളും നോക്കാൻ പറ്റും, അവരെത്ര പേ ചെയ്തിന്, എത്ര ബാലൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ജമാഅത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ അയക്കുമല്ലേ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും, ഇപ്പോൾ എന്തെങ്കിലും ഒരു അപ്കമിങ് ഇവൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ അടുത്ത ആഴ്ച ഒരു പരിപാടി ഉണ്ട് പള്ളിയിൽ, അപ്പോൾ എന്തെങ്കിലും ഒരു മൗലൂദ റാത്തീബ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു മീലാദ, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്തെങ്കിലും. അപ്പോൾ എന്തൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നമുക്കവിടെ നോട്ടിഫിക്കേഷനായിട്ട് അയക്കുക, ഈവൻറ്റ്സ് ആഡ് ആക്കുക. ഈവൻറ്റ്സ് അത് സ്ക്രോളായി ഉണ്ടാവും മെമ്പേഴ്സിൻ്റെ മൊബൈലിൽ ആപ്പിൽ. ഡേറ്റ് കഴിഞ്ഞ് എന്താവും അത് ഓട്ടോമാറ്റിക് അവിടുന്ന് പോകും, പിന്നെ അത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷനെല്ലാം അയക്കാൻ പറ്റും. പിന്നെ വേറെ കാര്യങ്ങൾ മെമ്പേഴ്സിക്ക് ജമാഅത്തായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ നമ്മൾ മെമ്പേഴ്സ് ഒരു ജമാഅത്തിനെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഒഫീഷ്യലായിട്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതിയിട്ട് ഇതാക്കും, ജമാഅത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവർ അതിന് റെസ്പോണ്ട് ചെയ്യും, ഇതാക്കിയിട്ട് ഒരു പേപ്പറിൽ ഇപ്പോൾ. അപ്പോൾ ഇതെന്തൊക്കെ ആപ്പ് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ആപ്പിൽ ടൈപ്പ് ആക്കിയിട്ട് അയക്കാം, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയിട്ട് വേണമെങ്കിൽ അവർക്ക് അതിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അയക്കാൻ പറ്റും. പിന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആക്കുക, എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ജമാഅത്തിലേക്ക് അറിയിക്കാൻ മൊബൈൽ ആപ്പ് ത്രൂ അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കാര്യങ്ങൾ, ഇപ്പോൾ ജമാഅത്തിലുള്ള വേറെ റിപ്പോർട്ട് എന്താ പറഞ്ഞാൽ, ഡെത്തായ ഒരു റിപ്പോർട്ട് ഉണ്ടാവും, അവരുടെ ഡേറ്റാബേസ് ഉണ്ടാവും. ആരെങ്കിലും ഡിവോഴ്സ്ഡ് അവരുടെ ഡീറ്റെയിൽ ഉണ്ടാവും. പിന്നെ ആരെങ്കിലും ജമാഅത്തിൽ നിന്ന് എന്ത് ചെയ്യുക, സസ്പെൻഡ് ചെയ്ത് ജമാഅത്തിന് പുറത്താക്കൂലേ, അങ്ങനെ ഒരു എന്താ പറയുക, ഡിബാർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഡേറ്റാബേസും കൂടെ ഇതിലുണ്ടാവും. നമുക്ക് വേണ്ട എന്തെല്ലാം ഒരു ജമാഅത്തിലേക്ക് അത്യാവശ്യമായ എല്ലാ റിപ്പോർട്ടുകളും 1 ക്ലിക്കിന് നമുക്കിവിടെ കിട്ടും. വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, നമുക്ക് ഇൻകം എക്സ്പെൻസ് ഇതെല്ലാം ആഡ് ചെയ്യാം. അത് നമുക്ക് എന്തൊക്കെ അക്കൗണ്ട് വൈസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇൻകം എക്സ്പെൻസ് എല്ലാം നമ്മൾ ഫീ കളക്ട് ആക്കുക, ഡൊണേഷൻ ആഡ് ചെയ്യുക, അങ്ങനത്തെ എല്ലാ അക്കൗണ്ടിങ് സംഭവങ്ങൾ എന്താക്കുക നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് 1 ക്ലിക്കിൽ ബാലൻസ് ഷീറ്റ് റെഡി ആയിട്ടുണ്ടാകും. നമുക്ക് ഏത് ഡേറ്റ് റേഞ്ച് വെച്ചിട്ട് വേണമെങ്കിൽ ബാലൻസ് ഷീറ്റ് എടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ ലാസ്റ്റ് വരെ 30 വരെ നമുക്ക് എന്താക്കണം, ഒരു റിപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ പോയിട്ട് ഡേറ്റ് സെലക്ട് ആക്കുക, 1 മുതൽ 30 വരെ എന്തെല്ലാം ട്രാൻസാക്ഷൻ വന്നിന്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് ക്ലിക്ക് ആക്കിയെങ്കിൽ ആ ബാലൻസ് ഷീറ്റ് മാത്രം നമുക്ക് ആ ഡേറ്റ് റേഞ്ചിലുള്ള ബാലൻസ് ഷീറ്റ് മാത്രം എന്താവും നമുക്ക് കിട്ടും. അപ്പോൾ 1 ക്ലിക്കിൽ എന്താക്കുക, നമുക്ക് ബാലൻസ് ഷീറ്റെല്ലാം കിട്ടും. അതിപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മളത് ഒരു ഫ്രണ്ടായിട്ട് നമുക്കൊരു ഡാഷ്ബോർഡ് വരുന്നത്. ഇത് മെയിൻ ലോഗിൻ്റെ പുറത്തുള്ള ഒരു ഡാഷ്ബോർഡാണ്. ഇതിൽ നിന്ന് നമുക്ക് നാവിഗേറ്റ് ചെയ്യാം, മഹൽ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യാം. മെമ്പേഴ്സ് മോഡലിലേക്ക് പോകാൻ പറ്റും, മെമ്പേഴ്സിൻ്റെ ആപ്പ് ലോഗിൻ ചെയ്യാൻ, സ്റ്റാഫിക്ക് ലോഗിൻ ആക്കാം. പിന്നെ നോൺ മെമ്പർ രജിസ്ട്രേഷൻ, ഇപ്പോൾ നിങ്ങൾ ജമാഅത്തിൽ നിന്ന് ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ എടുത്തിട്ടായിട്ട് ഇപ്പോൾ മെമ്പേഴ്സിനെല്ലാം ആഡ് ആക്കണമല്ലേ. അപ്പോൾ കമ്മിറ്റിക്കാർക്ക് ചിലപ്പോൾ എന്ത് പറ്റില്ല, എല്ലാവരുടെ അടുത്തും പോയിട്ട് ഒരേ കമ്മിറ്റീൻ്റെ
അവർക്ക് എന്താക്കാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താക്കുക, ആർക്കെങ്കിലും നമ്മളതിനെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു ടാബ് എന്തെങ്കിലും കൊടുത്തിട്ട് അവർക്ക് ഏൽപ്പിച്ച് വിട്ടാൽ അവർ പോയിട്ട് എല്ലാ മെമ്പേഴ്സിനെയും ഡയറക്റ്റ് സോഫ്റ്റ്വെയറിലേക്ക് ഈ മോഡ്യൂൾ ത്രൂ ആഡ് ആക്കാൻ പറ്റും. അവർ മെയിൻ സോഫ്റ്റ്വെയർക്ക് ലോഗിൻ ആകാതെ ഈ രജിസ്ട്രേഷനിൽ മാത്രം കയറിയിട്ട് എന്താക്കാൻ പറ്റും, അവർക്ക് മെമ്പേഴ്സിനെല്ലാം അതായത് ഫാമിലിക്ക് ആഡ് ആക്കാൻ പറ്റും. പിന്നെ ഫീ കളക്ടർ ഉണ്ട്, സ്റ്റുഡൻറ്റ് മോഡ്യൂൾക്ക് ലോഗിൻ ആകാൻ ഫീ കളക്ട് ആക്കുന്ന ആരെങ്കിലും സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ മഹൽ അഡ്മിൻ ലോഗിൻ ആക്കുന്നത്, മഹൽ അഡ്മിൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ ഞാൻ എന്തൊക്കെ ഓൾറെഡി നമ്മളിപ്പോൾ ലോഗിൻ ആയി ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഉണ്ട് ഡാഷ്ബോർഡ്. ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഡാഷ്ബോർഡ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തുണ്ട്, ഇതിൽ നമുക്കൊരു റിപ്പോർട്ടായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മഹൽ മെമ്പേഴ്സിനെ സെർച്ച് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടിക്കുമ്പോഴത്തേന് നമുക്ക് എന്താക്കുക, ഡാറ്റ സജഷൻ വരും, നമുക്കത് സെലക്ട് ആക്കാം മെമ്പേഴ്സിനെ ഇതാക്കിയിട്ട്. ഇപ്പോൾ ഇത് ഡാഷ്ബോർഡാണ്. ഇതിൽ ഇത്രയെല്ലാം റിപ്പോർട്ടുണ്ട്. ഇത് ഇവിടെ കാണുന്നുണ്ടല്ലേ, ഫാമിലി ഡീറ്റെയിൽസും മെമ്പർ ഡീറ്റെയിൽസ്, മെരിറ്റൽ സ്റ്റേറ്റസ്, എഡ്യൂക്കേഷൻ വൈസ് ഉണ്ട്, പിന്നെ വോട്ടർ ലിസ്റ്റ് രജിസ്റ്റർ ആയവർ, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് അവർ എന്തെല്ലാം ജോലി ചെയ്യുന്നത്, ഹൗസ് സ്റ്റേറ്റസ്, സോഷ്യൽ ക്ലാസ് APL BPL ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള റിപ്പോർട്ട് ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിൽ തന്നെ റിപ്പോർട്ട് എല്ലാം കിട്ടും ആൾമോസ്റ്റ്. ഇവിടെ നോക്കി ടോട്ടൽ ജമാഅത്ത് മെമ്പേഴ്സ്, ഇത് ജമാഅത്തിലേക്ക് പേ ചെയ്യുന്നുണ്ടാവില്ല, സബ്സ്ക്രിപ്ഷൻ ഫീ ആയിട്ട് മെയിൻ മെമ്പറിനോ അങ്ങനെ പറയാം. മെമ്പർ കുട്ടികളും സ്ത്രീകളും അല്ലാത്ത മെമ്പേഴ്സ് ഉണ്ടാവില്ല, ഫീ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്നില്ല, അവരെ നമ്പേഴ്സാണ്. ഇതിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക 46 ഉണ്ട്. നമുക്കിവിടെ ഇങ്ങനെ നെക്സ്റ്റ് പേജിനേഷനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നിന്ന് നോക്കാൻ പറ്റും ഇത്ര മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളും ഉണ്ടാവും, സ്ത്രീകളും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തെങ്കിൽ ഇതാണ് അവരെ ഡേറ്റാബേസ്. ഇവിടെ നമുക്ക് അവരെ ഫിൽട്ടർ ചെയ്യാം എല്ലാ കാറ്റഗറി വെച്ചിട്ട്, മെയിലായിട്ടും ഫീമെയിൽ. ഇപ്പോൾ മെയിൽ ഫീമെയിൽ എഡ്യൂക്കേഷണൽ വെച്ചിട്ട് എന്താക്കാൻ പറ്റുമോ, ഫിൽട്ടർ ചെയ്യുക. ഇപ്പോൾ ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഇപ്പോൾ ഒന്ന് കൊടുത്തെങ്കിൽ ആരെല്ലാം ഗ്രാജുവേറ്റ്സ് ഉണ്ട് അവർ മാത്രമേ കിട്ടും ജമാഅത്തിൽ. ഇപ്പോൾ ഡോക്ടറേറ്റ് ആരുണ്ട് ക്ലിക്ക് ചെയ്താൽ എന്താ അവരെ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ മെറിറ്റൽ സ്റ്റേറ്റസ് വെച്ചിട്ട് ചെയ്യുക, അൺമാരീഡ്, മാരീഡ്, എംപ്ലോയ്മെൻറ്റ് വെച്ചിട്ട് ചെയ്യുക, എന്തെല്ലാം എവിടെല്ലാം ജോലി ചെയ്യുന്നവരെ വെച്ചിട്ട്. സോഷ്യൽ ക്ലാസ് ആയിട്ട് നമുക്ക് എന്താക്കാം ഫിൽട്ടർ ചെയ്യാം. ഹൗസ് സ്റ്റേറ്റസ് വെച്ചിട്ട് നോക്കാം, വോട്ടർ ലിസ്റ്റ് നോക്കാൻ പറ്റും. ലേ ഔട്ടായിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ജമാഅത്തിൽ വേറെ ഏരിയ ഉണ്ടാവില്ല, അതിനൊരു ലേ ഔട്ട് എന്ന് പറയും. ലേ ഔട്ട് നെയിമായിട്ട് നമുക്ക് ആഡ് ആക്കാൻ പറ്റും. ഒരു മെമ്പറിന് ഇന്ന ലേ ഔട്ട്, ഇല്ലെങ്കിൽ ഇന്ന ഏരിയ, ഇന്ന സ്ട്രീറ്റ് എന്ന് പറയില്ലേ, അതന്നെ സെയിം ലേ ഔട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്താക്കാം ഫിൽട്ടർ ചെയ്യാം. പിന്നെ കമ്മിറ്റി, ഇതിപ്പോൾ ഫീ മെമ്പറാണോ നോട്ട് മെമ്പറാണോ, ഇത് മെമ്പർ ടൈപ്പ് സെലക്ട് ചെയ്യുന്നത്. ഇതവർ അബ്രോഡിൽ എവിടെ ഒരു അഡ്രസ്സ് അതെല്ലാം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ ഫാമിലി. എത്ര ഫാമിലി ഉണ്ട് ഇവിടെ, ഓരോ ഫാമിലിയിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഇത്ര മെമ്പർ ഉണ്ട്, ഇതിൽ ഇത്ര ഉണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നല്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഡേറ്റ് റേഞ്ച് ഫിൽട്ടർ ചെയ്യാം. ഡേറ്റ് റേഞ്ച് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കുന്ന ആ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ് റേഞ്ചിൻ്റെ മാത്രം ബാലൻസ് ഷീറ്റ് നമുക്ക് വരും. ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യേണ്ട, വ്യൂ ആൾ കൊടുത്തെങ്കിൽ ഫുള്ളായിട്ടുള്ള ബാലൻസ് ഷീറ്റ് നമുക്ക് ടോട്ടലായിട്ടുള്ള വരും. അതായത് കാറ്റഗറിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് സബ് കാറ്റഗറി കിട്ടും. അതിൻ്റെ ഉള്ളിൽ പോയെങ്കിൽ അതിൻ്റെ എന്തെല്ലാം ബാലൻസ് ഷീറ്റ് വരും. അങ്ങനെ ഇവിടെ ഇപ്പോൾ സ്വലാത്തിൻ്റെ പോയെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ട്, അതിനെ പ്രിൻ്റ് എടുക്കുക. പിന്നെ റിസീവ്ഡ് മെസ്സേജ് എന്ന് പറയുന്നത് ജമാഅത്തിലേക്ക് മെമ്പേഴ്സ് മൊബൈൽ ആപ്പിൽ നിന്ന് അയച്ച മെസ്സേജ്, ആപ്ലിക്കേഷൻ അവരെന്തെങ്കിലും ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ്സ് ഉണ്ട്, ഡിവോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട്, ബാൻ ഡീറ്റെയിൽസ് ഉണ്ട്, ഡെത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടുന്ന് ബൾക്ക് SMS അയക്കാൻ പറ്റും. ഇത് ഫീ ഡൊണേഷന് എത്ര ടോട്ടലായിട്ടുള്ള ഡീറ്റെയിൽ, മന്ത്ലി ഫീ എത്ര ടോട്ടൽ. ഇവിടെ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ എന്തെങ്കിലും ജനറലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അയക്കാം. ജനറലായിട്ട് നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ എന്തെങ്കിലും ജോബിൻ്റെതോ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും ജോബ് റിലേറ്റഡ്, ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ്,
എന്തെങ്കിലും പെൻഷനോ സ്കോളർഷിപ്പ് ഇങ്ങനത്തെ എല്ലാം നമുക്കിവിടെ നോട്ടിഫിക്കേഷനായിട്ട് അയക്കാൻ പറ്റും. പിന്നെ ഇവിടെ ടോട്ടൽ ഫീ എത്ര കളക്ട് ആയിന്, ഫീ പെൻഡിങ് എത്ര ഉണ്ട്, ഫീ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ചില ജമാഅത്തിൽ ചില മെമ്പേഴ്സ് ഉണ്ടാകും, അവർക്ക് നല്ല ബാലൻസ് ഉണ്ടാവും അവരെ ഫീ എല്ലാം. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് അതിനെ അടക്കാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും സൂക്കേടുകൾ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ട് അവർക്കത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ചില ജമാഅത്ത് എന്താക്കും, അവർക്കൊരു കൺസെഷൻ കൊടുക്കും, അത്ര ഫീ നിങ്ങൾ അടക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. പക്ഷെ അത് നമ്മളിവിടെ റെക്കോർഡാക്കും. എന്താ പറയുക, നമുക്ക് അത് അക്കൗണ്ട് എന്തായാലും ടാലി ആണല്ലോ. ഇപ്പോൾ ഒരു മെമ്പേഴ്സ്ക്ക് ഇത്ര ഫീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൺസെഷൻ കൊടുത്തെങ്കിൽ അത് ഇതിൽ എന്താവില്ല, റെക്കോർഡാവില്ല. അപ്പോൾ ഇത് ഫീ ഡിസ്കൗണ്ടിൽ എന്താവും, അത് റെക്കോർഡായിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് മദ്രസ സ്റ്റുഡൻസിന് നമ്മൾ ഇതിൽ മദ്രസ മോഡ്യൂൾസ് ഉണ്ട്. മദ്രസ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റിനെ ആഡ് ആക്കാൻ പറ്റും. ക്ലാസ് വൈസ് ഓരോരു ക്ലാസ്സിലേക്ക് സ്റ്റുഡൻറ്റിനെ ആഡ് ആക്കുക, പിന്നെ അവരെ അറ്റൻഡൻസ് എടുക്കാൻ പറ്റും, അവർക്ക് നോട്ടിഫിക്കേഷൻ അയക്കുക, അവരെ ക്ലാസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇയർ. പിന്നെ ഇങ്ങനത്തെ ഒരു മദ്രസക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ബേസിക് ആയിട്ടുള്ളൊരു മദ്രസ മോഡ്യൂൾ ഇത് ഉണ്ട്. ബേസിക് എന്ന് പറയുമ്പോൾ എല്ലാ ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളുണ്ട് സാധാരണ ചെയ്യുന്ന ഒരു മദ്രസയിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് നടക്കും അതെല്ലാം മദ്രസ മോഡ്യൂളിൽ ഉണ്ടാവും. പിന്നെ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വന്ന ടോട്ടൽ ഡൊണേഷൻ കളക്ട് ആയത്, പിന്നെ ജമാഅത്തിൽ എന്തെങ്കിലും ഷാദിമാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. പേയ്മെൻറ്റിൻ്റെ ഇൻവെൻട്രി ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ ജമാഅത്തിലെ എല്ലാ സ്റ്റോക്ക് ഐറ്റംസും, ഇപ്പോൾ ഫർണിച്ചർ ആയാലും എല്ലാ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാവില്ല, അതെല്ലാം നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം, ആഡാക്കി വെക്കാം. പിന്നെ ഫാമിലി ഫീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഫാമിലി ഫീ എന്ന് പറഞ്ഞാൽ ചില ജമാഅത്തിൽ മെമ്പർ ഫീ ഉണ്ടാവും, പിന്നെ ഫാമിലി ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഫാമിലി ഫീ ഇവിടെ പെൻഡിങ് ഇവിടെ കാണിക്കും. അറ്റൻഡൻസ് മദ്രസ സ്റ്റുഡൻറ്റിൻ്റെ അറ്റൻഡൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് എത്ര ആബ്സെൻ്റ് എന്ന് ഇവിടെ കാണിക്കും, സ്റ്റാഫ് ഇന്ന് എത്ര ആബ്സെൻ്റ് ഉണ്ട് കാണിക്കും, ഫാമിലി ഫീ കളക്റ്റഡ്, പിന്നെ ജമാഅത്തിൻ്റെ ഡോക്യുമെൻ്റ് എന്തുണ്ടെങ്കിൽ സ്കാൻ ചെയ്തിട്ട് സ്റ്റോറാക്കി വെക്കുക ഡിജിറ്റൽ കോപ്പി ആയിട്ട്. പിന്നെ ബാങ്ക് സമ്മറി ഉണ്ടാവും. ബാങ്ക് സമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ജമാഅത്തിൻ്റെ ബാങ്കിനെ ആഡാക്കി വെക്കുക, ഇതിലേക്ക് ആഡാക്കിയിട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ മാനുവലായിട്ട് ആഡാക്കുക. അപ്പോൾ നമ്മളെ ട്രാൻസാക്ഷൻ നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാവും ഇവിടെ, വിത്തൗട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് വിത്ഡ്രോ ആക്കിയുള്ള റെക്കോർഡ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിന് സെപ്പറേറ്റ് അറിയാനും ഈസിയാണ്. ഒരു ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കിട്ടും. അത് ബാങ്കായിട്ട് ഇൻറ്റിഗ്രേറ്റ് അല്ല, നമ്മൾ മാനുവലായിട്ട് ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ റിക്വസ്റ്റ് ലെറ്റർ എന്നുണ്ട്, ഹെൽപ്പ് റിക്വസ്റ്റ് ലെറ്റർ. ഇപ്പോൾ ജമാഅത്ത് നിന്ന് ആരും ചോദിക്കില്ല, എനിക്ക് ജമാഅത്ത് നിന്ന് ഒരു ലെറ്റർ വേണം, എനിക്ക് വേറെ അടുത്ത് പോയിട്ട് കളക്ഷൻ ചെയ്യാൻ, ഇങ്ങനെ അത് എൻകറേജ് ആക്കുന്നല്ല, ബട്ട് അതൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വേറെ അടുത്തേക്ക് അയക്കുന്നതിനേക്കായി നല്ല ജമാഅത്തിന് പറ്റുമെങ്കിൽ സഹായിക്കുന്നല്ലേ. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ലെറ്റർ കൊടുക്കുന്നു വേറെ ജമാഅത്തിൽ പോയിട്ട് കളക്ഷൻ ആക്കാനും, അപ്പോൾ അങ്ങനെ നമുക്കിവിടെ അവരെ ഡീറ്റെയിൽ വിത്ത് അവരെ ഫോട്ടോ പ്രിൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ പ്രിൻ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ലെറ്റർ നമുക്ക് ഇവിടുന്ന് ആർക്കെല്ലാം കൊടുത്തിന് ഇവിടെ കാണാൻ പറ്റും, എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ അപ്കമിങ് ഈവൻറ്റ്സ് എന്നുണ്ട്. അപ്കമിങ് ഈവൻറ്റ്സ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഇവൻറ്റ് ആഡ് ആക്കിയാൽ ഇപ്പോൾ ഒരു അടുത്ത വ്യാഴ്ച ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ ആ പരിപാടി നമുക്ക് എന്തൊക്കെ അതിൻ്റെ പേര്, അതിൻ്റെ ടൈം, എവിടെ നടക്കുന്നത്, അതിന് എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്റ്റ് നമ്പർ ഇങ്ങനെ കൊടുത്തെങ്കിൽ ഇവിടെ എന്താവും, ലിസ്റ്റായിട്ടുണ്ടാവും. ആ പരിപാടി മൊബൈലിൽ ആപ്പിൽ എന്താവും സ്ക്രോൾ ചെയ്തുകൊണ്ടാവും ആ ഡേറ്റ് വരെ. ആ പരിപാടി കഴിഞ്ഞപാടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആകും. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. ബ്ലഡ് ഗ്രൂപ്പെല്ലാം നമുക്കിവിടെ എ പോസിറ്റീവ് എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇപ്പോൾ സെർച്ച് ആക്കിയ 35 മെമ്പേഴ്സ് എ പോസിറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ഗ്രൂപ്പ് ആക്കാം, എ പോസിറ്റീവ് എത്ര മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ ബി പോസിറ്റീവ് എത്ര ഉണ്ട്, ഇതെല്ലാം ഓ നെഗറ്റീവ് നമുക്ക് എന്താക്കാം അവരുടെ ഡീറ്റെയിൽ, അവരുടെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും. ഞാൻ കോൺടാക്റ്റ് നമ്പർ ഇല്ല, ഹൈഡ് ചെയ്തിന്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസിക്ക് നമുക്ക് ആരെ കോൺടാക്റ്റ് ചെയ്യാനും അതിനെല്ലാം ഉപകാരപ്പെടും ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഗ്രാഫിക്കലായിട്ട് കാണാൻ പറ്റും ഏതാണ് കൂടുതലുള്ളത്, ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് എത്ര ഉണ്ട് എന്നെല്ലാം. പിന്നെ ടോട്ടൽ ഫാമിലി ഇത്ര ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ്, മെയിൽ ഇത്ര ഉണ്ട്, ഫീമെയിൽ ഇത്ര ഉണ്ട്,
ഗ്രാഫിക്കലായിട്ടുണ്ട്. മെരിറ്റൽ സ്റ്റേറ്റസ് ഇത്ര മാരീഡ്, വിഡോത്ത് ഉണ്ട്, സിംഗിൾ ഡിവോഴ്സ്ഡ്. എഡ്യൂക്കേഷൻ ഉണ്ട്, ഗ്രാജുവേറ്റ്സ്, SLC, 9th, ആ നമ്പേഴ്സ് ഉണ്ട് ഇവിടെ ഗ്രാഫിക്കലായിട്ടുണ്ട്. വോട്ടർ ലിസ്റ്റിൽ രജിസ്റ്റർ ആയവരും, വോട്ടേഴ്സ്, നോൺ വോട്ടേഴ്സ്, സ്റ്റാഫ് എത്ര ഉണ്ട്, പിന്നെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഉണ്ട്, ഏതേത് ഫീൽഡിൽ എന്തെല്ലാം എത്ര ആളുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ജോബിൽ 5, കൂലി, ഹോം മേക്കർ, സ്റ്റുഡൻറ്റ് ഇത്ര ഉണ്ട്, ചൈൽഡ് അറ്റ് ഹോം, സെൽഫ് എംപ്ലോയിഡ്, നോട്ട് എംപ്ലോയിഡ്, ബിസിനസ്, അബ്രോഡ് എംപ്ലോയി, ഡ്രൈവർ, നഴ്സ്, ഇങ്ങനത്തെ ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്, ഡോക്ടർ, എൻജിനീയർ, ഡെയിലി വേജസ് വർക്ക്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമുക്ക് എന്തുണ്ട്, അതായത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഫാമിലിനെ ആഡ് ആക്കിയാൽ മതി, ആ റിപ്പോർട്ടെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവും. ഇതിവിടെ ഹൗസ് സ്റ്റേറ്റസ് ഉണ്ട്, അത് ഗ്രാഫിക്കലായിട്ടുണ്ട്. സോഷ്യൽ ക്ലാസ് ഉണ്ട്, ജെൻഡർ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഇത്ര നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു മെമ്പേഴ്സിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആക്കി നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റും നോക്കാം. ഇപ്പോൾ ഒരു മെമ്പേഴ്സിനെ ഓപ്പൺ ആക്കാം. ഇവർക്ക് മെമ്പർക്ക് എന്താക്കാം, നമുക്ക് ഫോട്ടോ എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റും മെമ്പേഴ്സിൻ്റെ. ഒരു മിനിറ്റ്, മുസ്തഫ വന്നൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ മെമ്പേഴ്സിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അവർക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എന്തുണ്ടാവും, ഇവിടെ ഡീറ്റെയിൽ ഉണ്ട്. ഇവിടെ ഇവരെ പ്രൊഫൈൽ ഡീറ്റെയിൽ ആണിത്. എന്നിട്ട് അവരെ എന്തെങ്കിലും പേഴ്സണൽ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകും, ആധാർ കാർഡ്, മറ്റേ അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം, ID പ്രൂഫ് എല്ലാം. പിന്നെ അവരെ ഫീ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. മെമ്പർ ഫീ ജനറേറ്റ് ആയത്, ഫാമിലി ഫീ ജനറേറ്റ് ആയത്, ഫാമിലി ഫീ പെയ്ഡ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അവർക്ക് ഇൻഡിവിജ്വലായിട്ട് അവർ ഓൾഡ് ബാലൻസ് എന്തെങ്കിലും ആഡ് ആക്കിയാൽ ഇവിടെ കാണിക്കും ഡീറ്റെയിൽ. കളക്റ്റഡ് ഫീ ഇവിടെ കാണിക്കും. പിന്നെ അതിവിടെ ടോട്ടൽ ഫീ ഇത്ര, അതിന് ടോട്ടൽ പെയ്ഡ് 0, ഡിസ്കൗണ്ട് 0, ഇത്ര ബാലൻസ് ഉണ്ട്. പിന്നെ അവർ ഡൊണേഷൻ പേ ആക്കിയ ഡീറ്റെയിൽ ഉണ്ടാവും. അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആക്കിയെങ്കിൽ ആ ഡീറ്റെയിൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഈ മെമ്പേഴ്സിൻ്റെ മേലെ പെർഫോം ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇവരെ ഫീ കളക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് കളക്ട് ഫീയിൽ പോയിട്ട് ഇപ്പോൾ ഒരു 2000 പേ ആക്കി, മന്ത്ലി ഫീ. അപ്പോൾ അവരെ ലേഔട്ട് എന്തുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. സ്ട്രീറ്റ് ലേഔട്ട് എന്ന് പറയുമ്പോൾ സ്ട്രീറ്റ് എന്തെങ്കിലും, ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്ന് ഇവിടെ സെലക്ട് ചെയ്യുക. റിസിപ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാം. റിസിപ്റ്റ് ഏത് ബുക്കിലാണോ സെലക്ട് ചെയ്ത്, ടെസ്റ്റ് ഫീ ഞാൻ ഇവിടെ ജസ്റ്റ് നോട്ട് കൊടുക്കുക. ഇങ്ങനെ കാറ്റഗറി വേണമെങ്കിൽ സെലക്ട് ആയി, അല്ലെങ്കിൽ കളക്ട് ഫീ കൊടുക്കുക. കളക്ട് ഫീ കൊടുത്ത അവിടെ ഓട്ടോമാറ്റിക് എന്താവും, അവരെ റിസിപ്റ്റ് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് ജമാഅത്ത് കാപ്പി, ഒന്ന് മെമ്പർ കാപ്പി എന്നുണ്ട്. അത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ജമാഅത്ത് കാപ്പി വേണ്ടെങ്കിൽ ഒരു മെമ്പർ കാപ്പിയാണോ, മെമ്പർ കാപ്പി മാത്രം അടക്കുക. ഇപ്പോൾ ഇതിൽ ഈ റിസിപ്റ്റിൽ നമുക്കിവിടെ കാണാതെ ടോട്ടൽ ഫീ എൻ്റെ എത്ര ഉണ്ടായി, 6800 ഉണ്ടായി മുസ്തഫ എന്നുള്ളത്. അപ്പോൾ ഒരു ഫീ പെയ്ഡ് എത്ര, 2000 പേ ആക്കി. അപ്പോൾ ആ റിസിപ്റ്റിൽ തന്നെ അവർക്ക് അവിടെ ബാലൻസ് കാണിക്കും, 4800 ബാലൻസ് ഉണ്ട്. നോട്ട് ഇവിടെ ഉണ്ട്, അവർ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട്. റിസിപ്റ്റ് നമ്പറും അവരെ റിസിപ്റ്റ് ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ ബാക്ക് പോയിട്ട് നമുക്കിവിടെ നോക്കിയെങ്കിൽ ഇവിടെ ഫീ പെയ്ഡ് നോക്കി ഇവിടെ കാണിക്കും, 2000 റുപ്പീസ്. ഡേറ്റും റിസിപ്റ്റ് നമ്പറും ഉണ്ട്, ബുക്ക് നമ്പർ ഉണ്ട്, മന്ത്ലി ഫീ ഉണ്ട്. വേണമെങ്കിൽ റിസിപ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരിക്കൽ പ്രിൻ്റ് എടുക്കാം. ഇപ്പോൾ ഇവിടെ 6800, 2000 പേ ആക്കി, 4800 ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താക്കും, SMS ആക്ടിവേറ്റ് ആയെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് SMS പോകും. ഇത്ര ഫീ പേ ആക്കിന് ഇത്ര ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും, SMS പോകും. വേറെ ഇപ്പോൾ മെമ്പേഴ്സിൻ്റെ വേറെ ഡീറ്റെയിൽ നോക്കുന്നതാണെങ്കിൽ അവർക്ക് എന്താക്കുക, ഫീ ആഡ് ആക്കുക. ഇൻഡിവിജ്വലായിട്ട് ഫീ ആഡ് ആക്കുന്ന, കളക്ട് ആക്കുന്നല്ല. ഇപ്പോൾ അവർക്കൊരു നമ്മളിപ്പോൾ മെമ്പറിനെ ആഡ് ആക്കുമ്പോൾ ഒരു 5000 രൂപ ബാലൻസ് ഉണ്ട്, നമ്മളിപ്പോൾ ബുക്കിലുണ്ട്. അപ്പോൾ എന്താക്കുക, ആ ഫീനെ ഇവിടെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഇവർക്ക് ആഡ് ആക്കാൻ പറ്റും. ഇവിടുന്ന് ഇപ്പോൾ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്, കളക്ട് ഡൊണേഷൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കളക്ട് ഡൊണേഷൻ ഇവർക്ക് ഇൻഡിവിജ്വൽ നോട്ടിഫിക്കേഷൻ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവരെ സ്റ്റുഡൻ്റായിട്ട് ആഡ് ആക്കണമെങ്കിൽ മദ്രസയിലേക്ക് ആഡ് ആക്കുക ഇവിടെ തന്നെ. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുക്കുക, ഹെൽപ്പ് റിക്വസ്റ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കാൻ പറ്റും, മാരേജ് NOC പ്രിൻ്റ് എടുക്കുക, ഫാമിലി ഫീ കളക്ട് ചെയ്യുക, ഫീ ഡിസ്കൗണ്ട് കൊടുക്കുക, ഡോക്യുമെൻ്റ് ആഡ് ആക്കുക, ഇവരെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പിന്നെ ഇവരെ ഡിവോഴ്സ് രജിസ്റ്റർ ചെയ്യുക, പാൻ മെമ്പർ, ഡെത്ത് രജിസ്റ്റർ, ഹെൽത്ത് ഇഷ്യൂസ് ആഡ് ആക്കുക, റിമാർക്സ് ആഡ് ആക്കുക,
പെൻഷൻ ഡീറ്റെയിൽസ് ആഡ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഞാനൊരു മാരേജ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഈ മെമ്പേഴ്സ്ക്ക് ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് പ്രിൻറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് എന്നൊരു എക്സാമ്പിൾ കാണിച്ചാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉണ്ടാവുന്നു. പ്രിൻറ്റ് മാരേജ് സർട്ടിഫിക്കറ്റിൽ പോയെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താക്കുക, പേര് കൊടുക്കുക. ഇപ്പോൾ ചെക്കൻ്റെ പേര് കൊടുക്കും, ഗ്രൂം ഫാദർ നെയിം, ലൊക്കേഷൻ, സിറ്റി, സ്റ്റേറ്റ്, ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് എന്താക്കുക, ഒരു ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ ഓക്കെ, രജിസ്ട്രേഷൻ നമ്പർ, സർട്ടിഫിക്കറ്റ് നമ്പർ തന്നെ കൊടുക്കുക. സേവ് പ്രിൻറ്റ് മാരേജ് സർട്ടിഫിക്കറ്റിന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ അവിടെയൊക്കെ ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ജനറേറ്റ് ആവും. ഇതിനെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക. സെയിം ഇതെന്താക്കുക, ഫോട്ടോ കോപ്പി മാതിരി അവർക്ക് എന്താക്കുക, ഒരു സർട്ടിഫിക്കറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കിൽ പേപ്പറിൽ എഴുതിയിട്ട് കൊടുക്കാതെ എന്താക്കാൻ പറ്റും, ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോട്ടോ പേപ്പർ ഉണ്ടാവില്ല, ഫോട്ടോ കോപ്പി കുറച്ച് തിക്കുള്ള പേപ്പർ ഉണ്ടാവില്ല, അതിലൊരു സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ മേലെ കാണുന്ന ഹെഡർ ഉണ്ടല്ലോ, പെരുമാതുറ മുസ്ലിം ജമാഅത്ത്, അത് ഒരു നമ്മൾ ഫസ്റ്റ് ഒരു കോൺഫിഗർ ചെയ്തൊരു ഹെഡറാണ് അത് കാണുന്നത്. ഇതിപ്പോൾ ശരിക്കും അതായത് മഹലിൻ്റെ പേരും ഡീറ്റെയിലും അഡ്രസ്സ് ഇവിടെ വരും. ബാക്കിയുള്ളതെല്ലാം ഞാൻ എന്താണ് എൻട്രി ചെയ്തത് ഡീറ്റെയിൽ ഇവിടെ ഫില്ലായിട്ട് വരും. ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഒരു സൈനും സീലും മാത്രം ഇട്ടിട്ട് ഇത് കൊടുക്കാൻ പറ്റും. ഇതെന്താക്കുക, നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എന്താ ഒരു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റിൽ തന്നെ ഉണ്ടാവും. സാധാരണ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും, അതിൽ എഴുതിയിട്ട് നമ്മൾ കൊടുക്കും, സാധാ പേപ്പറിൽ എഴുതി കൊടുക്കുന്നത്. ഇതാകുമ്പോൾ എന്തുണ്ടാവും, ഒരു സർട്ടിഫിക്കറ്റ് ലുക്കിൽ ഒരു നല്ല പേപ്പറിൽ പ്രിൻ്റ് എടുത്തൊരു കട്ടിയുള്ള പേപ്പർ വരില്ല, GSM ബോണ്ട് പേപ്പർ അങ്ങനത്തെ അല്ല, അതിലെന്താക്കാം, അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ. അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, NOC ഉണ്ട്, അങ്ങനത്തെ വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് ഇതുമാതിരി പ്രിൻ്റ് എടുക്കാൻ പറ്റും. വേറൊരു കാര്യങ്ങൾ, ഇപ്പോൾ ഫീ പെൻഡിങ് ഉണ്ടല്ലേ, ഫീ പെൻഡിങ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്കിവിടെ കാണിക്കും ആരെല്ലാം എത്ര ഫീ പെൻഡിങ് ഉണ്ട്. ഇതാ മെമ്പേഴ്സിൻ്റെ ഓരോരുത്തരുടെ ഫീ കാണിക്കും, ബാലൻസ് ഇതാ ഇത്ര ബാലൻസ് ഉണ്ടെന്ന്, ഇത്ര എമൗണ്ട് എങ്ങായി കൂടുതലുണ്ടെങ്കിൽ ഒരു റെഡിൽ കാണിക്കും. അത് നമുക്കിവിടെ മാർക്കാക്കിയൊക്കെ ഒരു 1000 മേലെ ബാലൻസ് ഉള്ളവരെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യും. ഇവിടെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ മെമ്പേഴ്സിന് ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ ഈ മെമ്പേഴ്സിന് മാത്രം ഇവരെ ഈ ബാലൻസ് ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു SMS പോകും മൊബൈലിലേക്ക്. സെൻഡ് നോട്ടിഫിക്കേഷൻ കൊടുത്താൽ ഒരു ആപ്പിൽ നോട്ടിഫിക്കേഷനായിട്ട് പോകും ഇൻഡിവിജ്വലേക്ക്, ഇവർക്ക് മാത്രം. സെൻഡ് വാട്സാപ്പ് കൊടുത്തെങ്കിൽ വാട്സാപ്പിൽ എന്താവും, അവരുടെ ബാലൻസ് പോവും. പക്ഷേ എന്തുണ്ടാവണം, നിങ്ങൾ യൂസ് ആക്കുന്ന സിസ്റ്റമിൽ വാട്സപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം, ഈ മെമ്പേഴ്സിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽ അവിടെ ഉണ്ടാവണം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ പോകുള്ളൂ. ഇത് മാനുവലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യൊന്നും വേണ്ട. ഈ ബാലൻസ് മെസ്സേജ് വാട്സപ്പിലേക്ക് ഇത് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് വാട്സപ്പ് ഓപ്പൺ ആവും. അവിടെ മെസ്സേജ് ഇത് ഫില്ലായിട്ടുണ്ടാവും, ഇത്ര ബാലൻസ് ഇത്ര ഈ മെമ്പർക്ക്. ആ മെമ്പറിൻ്റെ കോൺടാക്റ്റ് സെലക്ട് ആക്കിയിട്ട് ജസ്റ്റ് അവർക്ക് എന്താ വയ്ക്കാൻ മതി, സെൻഡ് കൊടുത്താൽ മതി. ബാക്കിയുള്ള ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. പിന്നെ വേറൊരു ഓപ്ഷനുള്ള ഇപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും 1500 മേലെ ബാലൻസ് ഉള്ളവർ മാത്രം നമുക്ക് എന്താ കാണണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 2000 മേലെ മാത്രം ബാലൻസ് ഉള്ളവർ കാണണമെങ്കിൽ അത് കൊടുക്കുക. 2000 മേലെ മാത്രം ബാലൻസ് ഉള്ളവർ, അങ്ങനെ നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ വേറെ കാര്യങ്ങൾ കുറേ ഉള്ളിലെല്ലാം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എല്ലാം ഇതിൽ എക്സ്പ്ലെയിൻ ആക്കുന്നത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് ഞാൻ
പറയുന്നതാണ്. പിന്നെ സെൻഡ് ബൾക്ക് SMS ഇവിടെ SMS അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെൻഡ് ഫീ റിമൈൻഡർ എന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്കിവിടെ എൻട്രി ചെയ്യാം. ആർക്കെല്ലാം 2000 റുപ്പീസിൻ്റെ മേലെ ബാലൻസ് ഉണ്ട് അവർക്ക് അവരുടെ ഫീ ബാലൻസ് SMS പോകണമെന്ന് അയച്ചെങ്കിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ എത്ര ആൾ 2000 റുപ്പീസിൻ്റെ മേലെ അവർ ബാലൻസ് വെച്ചിന് അവർക്ക് എല്ലാ മെമ്പേഴ്സിനും അവരെ ബാലൻസ് ആരാർക്ക് എത്ര ബാലൻസ് ഉണ്ട് ആ ബാലൻസ് ഡീറ്റെയിലുമായിട്ട് എന്താവും ഒരു SMS അവർക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എല്ലാം ഓപ്ഷൻ ഇത്. പിന്നെ എന്താ സോഫ്റ്റ്വെയർ കൊണ്ട് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ മെമ്പേഴ്സ്ക്കായാലും ജമാഅത്തിനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ മെമ്പേഴ്സിനും ജമാഅത്തിൻ്റെ അക്കൗണ്ട്സ് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ട്രാൻസ്പെറൻറ്റ് അല്ല, അതാത് മെമ്പർക്ക് അവരുടേതായ അക്കൗണ്ട്സും കാര്യങ്ങളും ഉണ്ടാവില്ല. അവരെ ഫീ പേയ്മെൻറ്റും അവരെ ബാലൻസും അവരെ നോട്ടിഫിക്കേഷന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്തൊക്കെ അവർക്ക് കാണാം. ഇപ്പോൾ വേറെ മെമ്പർക്കാണ് അവരത് മാത്രം കാണുള്ളൂ. എല്ലാ മെമ്പർക്കും എല്ലാവരും കാണാൻ പറ്റില്ല. എല്ലാ മെമ്പർക്കും ജമാഅത്തിൻ്റെ ടോട്ടലായിട്ടുള്ള അക്കൗണ്ട്സ് കാണാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ജമാഅത്തേക്ക് എന്തെങ്കിലും അറിയിപ്പ് നോട്ടിഫിക്കേഷൻ അയക്കണം, ഈസി ആയിട്ട് 1 ക്ലിക്കിൽ എത്തും. നോട്ടിഫിക്കേഷനായിട്ടും SMS ആയിട്ടും ജമാഅത്തിൽ നിന്ന് അയക്കാൻ പറ്റും. പിന്നെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റും. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇൻകം എക്സ്പെൻസ് ആഡ് ആക്കാം. ഇപ്പോൾ ഡാഷ്ബോർഡിൽ വന്നെങ്കിൽ ആഡ് ഇൻകം കൊടുത്തെങ്കിൽ അവിടെയൊക്കെ ആഡ് ഫീ എന്നിട്ട് ആഡ് ഇൻകം എക്സ്പെൻസ് എന്ന് ക്ലിക്ക് ചെയ്ത പാടെ നമുക്കിവിടെ 2 ബട്ടൺ ഉണ്ട്. ഇൻകം ആണോ എക്സ്പെൻസ് ആണോ. ഫസ്റ്റ് സെലക്ട് ചെയ്യുക, എമൗണ്ട് കൊടുക്കുക, ഏത് അക്കൗണ്ടിലേക്ക് ആഡ് ആക്കണം. ഇപ്പോൾ സാധാരണ ഉണ്ടാവില്ല മസ്ജിദ് അക്കൗണ്ടിൽ നിന്നോ മദർസ അക്കൗണ്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട് അങ്ങനെയല്ല. ആ അക്കൗണ്ട് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിൻ്റെ സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ട്രാൻസാക്ഷനിൽ ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നതിൽ നമുക്ക് നോട്ട് ചെയ്യാം. ഡേറ്റ് എന്ത് വോച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും ബില്ല് എന്തുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് എൻട്രി ആക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത ഇൻകം എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുക. മസ്ജിദ് കറൻറ്റ് ബില്ല് എക്സ്പെൻസ് ഇത്ര എമൗണ്ട് ഇന്ന ഡേറ്റ്. നമുക്കിവിടെ ഡേറ്റ് വൈസ് ഫിൽറ്റർ അക്കൗണ്ട് വൈസും കാറ്റഗറി വൈസ് എല്ലാം ഇതിനെ ഫിൽറ്റർ ചെയ്യാൻ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ ബാക്കി മെമ്പേഴ്സൊക്കെല്ലാം ഇപ്പോൾ ഫീ ആഡ് ആക്കണമല്ലോ. മന്ത്ലി 1 ക്ലിക്കിൽ എല്ലാ മെമ്പേഴ്സ്ക്കും ഫീ ആഡ് ആവും. അവരെ ഫീ കളക്ട് ചെയ്യാനും നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ നോട്ടിഫിക്കേഷന് അങ്ങനത്തെ എല്ലാം. പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റും പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ നമുക്ക് എല്ലാ ജമാഅത്തുക്കും എല്ലാ ഫങ്ഷനാലിറ്റിയും സെയിം ഉണ്ടാവില്ല. ചില ജമാഅത്തിൽ ചില എക്സ്ട്രാ ഓപ്ഷൻസ് വേണ്ടി വരും. എല്ലാവർക്കും ഇപ്പോൾ ഒരേ സർട്ടിഫിക്കറ്റ് ഫോമാറ്റ് മതിയാവില്ല. മറ്റേ NOCൻ്റെ അതെല്ലാം ഡിഫറൻസ് ഉണ്ടാവും. എന്തെങ്കിലും അവരെ ഫീൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. ഒരു ജമാഅത്ത് വേറെ ജമാഅത്ത് അവർ ഫീ ഇത്ര എമൗണ്ട് കാര്യങ്ങളും. പിന്നെ മന്ത്ലി കളക്ഷൻ ഉണ്ടാവും, ഇയർലി കളക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ജമാഅത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെ ബാക്കി എന്താ പറഞ്ഞാൽ 1 ക്ലിക്ക് ബാക്കപ്പ് നമുക്ക് എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ബാക്കപ്പിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത പാട് നമുക്ക് ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. നോക്കി നമ്മളെ ഫയൽ, ഈ ഫയൽ ഇതുവരെ ഉള്ള എല്ലാ ഡേറ്റയും നമുക്കിവിടെ ബാക്കപ്പായിട്ട് ആ ഡേറ്റ് വെച്ചിട്ട് എന്തായി ഡൗൺലോഡായി. അപ്പോൾ ഇങ്ങനെ നമ്മളെ സിസ്റ്റമിലും എന്താക്കുക നമുക്ക് ഒരു ബാക്കപ്പ് കോപ്പി നമുക്ക് നമ്മളെ സിസ്റ്റമിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ മെമ്പേഴ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ജമാഅത്ത് നിന്ന് ജമാഅത്തിലേക്ക് ഒരു മെമ്പർ പോയപാടെ അവരെന്താക്കുക ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാം മെമ്പേഴ്സിനെ. അപ്പോൾ അങ്ങനെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ ഇതിൽ എല്ലാ റിപ്പോർട്ടും നമുക്ക് എന്താക്കുക 1 ക്ലിക്കിൽ എല്ലാ റിപ്പോർട്ടും കിട്ടും. എന്താക്കണം പറഞ്ഞാൽ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എൻട്രി ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും സോഫ്റ്റ്വെയർ. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ഏത് സിസ്റ്റമിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്താക്കുക ലോഗിൻ ചെയ്യുക. യൂസർ നെയിം പാസ്വേഡ് അടിക്കുക, ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത പാട് നമുക്ക് ലോഗിൻ ആവും. നമുക്ക് ആ സിസ്റ്റമിൽ കയറിയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ വേറൊരു സംഭവം എന്താ പറഞ്ഞാൽ നമ്മൾ സിസ്റ്റമിൽ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആ സിസ്റ്റമിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ എന്താവും നമ്മളെ ഡേറ്റ എല്ലാം ഡിലീറ്റ് ആയി പോകും. പക്ഷേ ഇത് സിസ്റ്റമിലല്ല ഇൻസ്റ്റാൾ ചെയ്യൽ, ഇത് ക്ലൗഡ് സോഫ്റ്റ്വെയർ ആണ്. ക്ലൗഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ സെർവറിൽ
നമ്മളിത് സ്റ്റോർ ചെയ്യല്. നിങ്ങൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അടുത്ത സിസ്റ്റം, ഇങ്ങനെ ഏത് സിസ്റ്റം എന്ന് വേണമെങ്കിൽ ലോഗിൻ ചെയ്യുക. യൂസർ നെയിം പാസ്വേഡ് അടിക്കുക. ഇമെയിൽ അടിച്ചെങ്കിൽ അല്ല, ഇമെയിൽ യൂസർ നെയിം പാസ്വേഡും OTP അടിച്ചെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ആകാൻ പറ്റും. പിന്നെ സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കസ്റ്റമൈസേഷൻ വേണമെങ്കിലോ അതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യും. ട്രെയിനിങ് കൊടുക്കും. മെമ്പേഴ്സിനെ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ നമ്മളും ഇതിനെ സോഫ്റ്റ്വെയറിനെ മാനേജ് ചെയ്തുകൊണ്ടാവും. മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡ് മാത്രമേ ഇതാക്കുള്ളൂ. നിങ്ങൾ സോഫ്റ്റ്വെയറിലേക്ക് ആർക്കും നമുക്ക് കയറാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഇതിലെ കോൺഫിഗർ ചെയ്തെങ്കിൽ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ലോഗിൻ ആയെങ്കിൽ, ഇതിപ്പോൾ ഡെമോ അക്കൗണ്ടിലാണുള്ളത്, ഇവിടെ നിങ്ങൾക്ക് ന്യൂ അഡ്മിൻ ആഡ് ആക്കിയിട്ട് അതിൽ ലോഗിൻ ആയിട്ട് ഈ അഡ്മിൻ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, പിന്നെ കയറാൻ പറ്റില്ല. പിന്നെ പാസ്വേഡെല്ലാം എൻക്രിപ്റ്റഡ് പാസ്വേഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസ് നോക്കിയിട്ട് പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് കയറുന്നുള്ള അങ്ങനത്തെ ഒന്നുമില്ല. അത് എൻക്രിപ്റ്റ് ആയിട്ടുണ്ടാവും. ആർക്കും പാസ്വേഡ് റീഡ് ചെയ്യാൻ പറ്റില്ല. ആരും സെറ്റപ്പ് ചെയ്ത് അവർക്ക് മാത്രം എന്താക്കാൻ പറ്റുള്ളൂ, പാസ്വേഡ് അറിയുള്ളൂ. അത് ഒരിക്കൽ അത് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താവും, എൻക്രിപ്റ്റായി. പിന്നെ അത് എന്തെല്ലോ ഒരു ക്യാരക്ടറായിട്ടാണ് ഉണ്ടാവില്ല. അതായിരിക്കും റീഡ് ചെയ്യാനോ അതിനെ കോപ്പി പേസ്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് എൻക്രിപ്ഷൻ മെത്തേഡ് ഉണ്ടാവും, ലോഗിൻ ലോഗൗട്ട് എന്നെല്ലാം. അതെല്ലാം സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ യൂസ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ കോൺഫിഗർ ഓപ്ഷനും ഉണ്ട്. എന്തെല്ലാം ഇതിലില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ജമാഅത്തിലേക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ എന്താക്കും, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങളെ ജമാഅത്തിലേക്ക് ആഡ് ആക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വേറെ ജമാഅത്തിലേക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ അവർക്കും കൂടെ അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കും ആ ഫങ്ഷനാലിറ്റി. അപ്പോൾ എന്തൊരു എക്സ്ട്രാ ഫങ്ഷൻ വേണമെങ്കിലും നമ്മൾ ഇതിലേക്ക് ആഡ് ആക്കി തരും. ഇപ്പോൾ എഡ്യൂക്കേഷൻ വൈസ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു മോഡ്യൂൾസ് എന്തെങ്കിലും ആഡ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഇങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും, സർട്ടിഫിക്കറ്റ് കസ്റ്റമൈസേഷൻ ആയിട്ട് എന്ത് വേണമെങ്കിലും നമ്മൾ അതാത് ജമാഅത്തിലേക്കാണ് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കും സോഫ്റ്റ്വെയർ. പിന്നെ ഫീസ് എന്ന് പറയുമ്പോൾ ഫീസ് ഫസ്റ്റ് ടൈം ഒരു ഫീ ഉണ്ടാവും. പിന്നെ ഇയർലി റിന്യൂവൽ ഉണ്ടാവും. ഇയർലി റിന്യൂവലിൽ നിന്ന് ഒരു എമൗണ്ട്, എന്താ പറഞ്ഞാൽ സെർവർ റിന്യൂവലാണ്. സെർവർ റിന്യൂവലിന് എമൗണ്ട് ഉണ്ടാവും. ഇത് ലോക്കൽ സിസ്റ്റമിലല്ല, ക്ലൗഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് സെർവറിലുണ്ടാവും. സെർവറിൽ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ നമുക്ക് ഡേറ്റ ഒരിക്കലും സിസ്റ്റം ഫോർമാറ്റായി, സിസ്റ്റം ക്രാഷായി അങ്ങനെയുള്ള പറഞ്ഞിട്ട് ഡേറ്റ ലോസ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇത് ആരെങ്കിലും വേണമെങ്കിൽ നമ്മളെ ഇവിടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. പിന്നെ നമ്മളെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് www.mahalsoftware.com mahalsoftware.com. അത് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, വെബ്സൈറ്റ് ലിങ്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പേഴ്സും വാട്സപ്പ് എല്ലാം ഉണ്ട്. ജമാഅത്തിലേക്ക് ആർക്കെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താക്കുക, കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതൊന്നും എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു ഫോണാക്കി നമുക്കിവിടെ ലൈവിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അവിടെ തന്നെ നിങ്ങളെ ലൊക്കേഷനിലേക്ക് വരണം തന്നെ ഇല്ല. ഇത് ക്ലൗഡ് ആയതുകൊണ്ട് നമുക്ക് സെർവർ ഇവിടെ നിന്ന് തന്നെ അതിനെ എഡിറ്റ് കോഡ് എന്തെങ്കിലും ആഡ് ആക്കാനോ കറക്ഷൻ ആക്കാനുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വരാൻ വെയിറ്റ് ആക്കുന്നതോ അല്ലെങ്കിൽ ഇത്ര ദൂരമുണ്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇതെല്ലാം ക്ലൗഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യലും നിങ്ങൾക്കൊരു നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് ചെയ്യും. ഇപ്പോൾ കുറച്ച് അടുത്താണ് നമ്മൾ ഡയറക്റ്റ് മീറ്റ് ആകാൻ പറ്റും. അല്ലെങ്കിൽ ദൂരത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താക്കാം, ഒരു ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഗൂഗിൾ മീറ്റ്, സൂം മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഓട്ടോമാറ്റിക്കല ഡെമോ തരാനും, പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രെയിനിങ്ങിലും നമുക്ക് ഇത് ചെയ്തു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ സാധാരണ മെമ്പറിനെ എങ്ങനെ ആഡ് ആക്കണം എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മെമ്പേഴ്സിക്ക് നമ്മളൊരു ആപ്ലിക്കേഷന് ഒരു PDF തരാം. അത് എല്ലാ ഫാമിലിക്കും നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ആ ഫാമിലിയിൽ നിന്ന് അത് നിങ്ങൾ എന്താക്കണം, അത് എടുക്കുമ്പോൾ അവരുടെ അടുത്ത് പറയണം അതിനൊരു ഗ്രൂപ്പാക്കിയിട്ട് ഒരു പിന്നടിച്ചിട്ട് സ്റ്റാപ്പിൾ ചെയ്തിട്ട് തരാൻ പറയണം. അത് ഞാൻ ആഡ് ആക്കുന്ന എങ്ങനെ പറഞ്ഞാൽ ഫസ്റ്റ് ഫാമിലി ആഡിനെ ആഡ് ആക്കും. പിന്നെ ആ ഫാമിലി ആഡിലേക്ക് ആ ഫാമിലീൻ്റെ എല്ലാ മെമ്പേഴ്സിനും അതിലേക്ക് ആഡ് ആക്കും. എന്നിട്ട് അതിൽ അവരെ റിലേഷൻഷിപ്പ് മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഫാമിലി ഹെഡിലേക്ക് ഇവരെന്താണെന്ന് പറഞ്ഞിട്ട് എല്ലാ മെമ്പേഴ്സിനും റിലേഷൻഷിപ്പ് മെൻഷൻ ചെയ്യും. ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു വീടിനാണ് ഫാമിലി എന്ന് പറയുന്നത്. അല്ലാതെ
4-5 വീടുകാർ ഇതെല്ലാം നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലിക്ക് ആഡ് ആക്കില്ല. ഇവിടെ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വീട്, ആ വീട്ടിലേക്ക് എത്ര ആളുണ്ട് അവരെ നമ്മൾ എന്താക്കും, ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്തിട്ട് ആഡ് ആക്കും. ഇപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് ഒരു മെമ്പർ ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നെക്സ്റ്റ് അവർ കല്യാണം കഴിഞ്ഞൊരു സ്വന്തം വീട് വെച്ചിട്ട് അവിടേക്ക് മാറുന്നതാണെങ്കിൽ നമ്മൾ എന്താക്കുക, ഇവിടെ ഓപ്ഷൻ ഉണ്ട്, അവരെ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ന്യൂ ഫാമിലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടുന്ന് അവർ പോയിട്ട് അവരടുത്തൊരു അവരൊരു ഫാമിലി ആയിട്ടാവും. അവരുടെ വൈഫും അവരെ കുട്ടികളെല്ലാം എന്താവും, ഒരു സെപ്പറേറ്റ് ഫാമിലി മാതിരി സോഫ്റ്റ്വെയറിൽ കൺസിഡർ, അല്ലാതെ റിയലായിട്ട് ഫാമിലി ഇതാക്കുന്നില്ല. സോഫ്റ്റ്വെയറിൽ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ കൺസിഡർ ആക്കുന്നത്. അപ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കോൺടാക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളിത് കോൺടാക്ട് ചെയ്ത പാട് വിത്തിൻ 3 to 5 ഡേയ്സിൽ കംപ്ലീറ്റ് കോൺഫിഗർ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഇവിടെ നിങ്ങളെ കോൺഫിഗറേഷന് കൂടുതലായിട്ട് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ അതെ മാക്സിമം ഒരു 5 ഡേയ്സിൻ്റെ ഉള്ളിലാവും. അല്ലെങ്കിൽ 1 or 2 ഡേയ്സിൽ കംപ്ലീറ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്ത് തരും, നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും. ഓക്കെ, അസ്സലാമു അലൈക്കും.